Alhamdulillah, Alhamdulillah Rabbil Alamin. Allahumma salli ala Muhammadin wa ala alihi wa sahbihi ajma'in. Rabbi zidni ilman nafiyan wa amalan mutaqabbala, rizqan halalan tayyiba, quluban khashiyah. Amma ba'd. Assalamu alaikum wa rahmatullahi wa barakatuhu, my beloved sisters. പ്രിയ സഹോദരിമാരെ, നമ്മൾ ഇന്ന് മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന 22ഓളം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ കാരുണ്യം കൊണ്ട് മലക്കുകൾ എന്ന വിഭാഗത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ദുആകളും അവരുടെ വിശേഷങ്ങളും കൂടി ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് വിശദമായി മനസ്സിലാവുന്നതായിരിക്കും. ലാ യഹ്സൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ തുഅമറൂൻ. അനുഗ്രഹിക്കപ്പെട്ട സദസ്സിൽ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാര് മാത്രം കൂടിയിരിക്കുന്ന ഈ മനോഹരമായ സദസ്സിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യാത്തിന് പകരം ഹസനാത്തുകളാക്കി തരട്ടെ റബ്ബേ. ഇന്നി ഉഹിബ്ബുക ഫില്ലാഹി, ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ പേരിൽ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഹബ്ബകല്ലദി അഹബ്ബതനിയല എന്ന് പറയാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് വിഭാഗക്കാരെ, എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു തആല ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അപ്പം ഇബ്നു ബത്താൽ റളിയല്ലാഹു പറഞ്ഞു, തീർച്ചയായും മലക്കുകളുടെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനയാണ്, അതായത് ഷറഹ് സ്വഹീഹുൽ ബുഖാരി. അപ്പം സ്വഹീഹുൽ ബുഖാരി നിവേദനം ചെയ്ത ഹദീസിലാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് അല്ലെ. അപ്പോൾ നമുക്ക് മലക്കുകളെ പ്രാർത്ഥന ലഭിക്കുന്ന അത്തരം സന്ദർഭങ്ങൾ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നതൊക്കെ നഷ്ടപ്പെടുത്താതെ ഫുള്ളി അല്ലെ. ചിലതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല ഇതിൽ മലക്കുകൾ ഇൻവോൾവഡ് ആണ്, മലക്കുകളുടെ ദുആ ഉണ്ടെന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, പിന്നെ അറിയാത്തതിലേക്കും കൂടെ നമുക്ക് ഒന്നും കൂടെ എൻ്റർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. മലക്കുകൾ ഏതൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതും അത്തരം സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. ആമീൻ. അള്ളാഹു നമ്മളെല്ലാം അത്തരം വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ മനുഷ്യരെ പോലെ അള്ളാഹുവിന്റെ മറ്റൊരു സൃഷ്ടി വിഭാഗമാണ് മലക്കുകൾ. ആ പ്രകാശത്തിൽ നിന്നാണ് അവയെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം മലക്കുകൾ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് അല്ലെ. നമ്മളാണെങ്കിൽ പിന്നെ മണ്ണ് കൊണ്ടും, ജിന്നുകളാണെങ്കിൽ പിന്നെ എന്താണ്, ജിന്നുകൾ എന്ത് വിഭാഗമാണ്? തീയാണെന്ന് തോന്നുന്നു അല്ലെ. ജിന്നുകളെ ജിന്നുകളെ തീ കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം ഇവർക്ക് തെറ്റ് ചെയ്യാനോ, പക്ഷെ ജിന്നുകളും മനുഷ്യരും തന്നെ എല്ലാവരും സ്വന്തം ഇഷ്ടക്കാരാ. അവർക്ക് നന്നാവുകയും ചെയ്യാൻ, മോശമാകുകയും ചെയ്യാം. പക്ഷെ മലക്കുകൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റാറ്റസേ ഇല്ല അല്ലെ. അവർക്ക് തെറ്റ് ചെയ്യാനോ, അനുസരണക്കേട് കാണിക്കാനോ, വിശപ്പോ ദാഹമോ ക്ഷീണമോ ഉണ്ടാവാനോ, ഉറക്കമോ മയക്കമോ മടുപ്പോ ഒന്നുമില്ല. അവർക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല അല്ലെ. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാന്നുള്ള ഒരു പരിപാടിയില്ല. അള്ളാഹു സമയാന വാത്തോന, അതാണ് മലക്കുകളെ പ്രത്യേകത അല്ലെ. അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലും അവന്റെ കൽപ്പനകൾ അപ്പടി അച്ചട്ട അനുസരിക്കലുമാണ് അവരുടെ ജോലി അല്ലെ. അള്ളാഹു നമ്മൾ അക്കൂട്ടരിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ എത്ര ആകുമായിരുന്നു അല്ലെ. പിന്നെ അള്ളാഹുവിന്റെ സ്നേഹം. മലക്കുകൾ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവനാണ് എന്നതിനാണ്. അതായത് അള്ളാഹുവിന് ആരോടെങ്കിലും ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ മലക്കുകളോട് പറയും, വാനലോകത്തുള്ളവനൊക്കെ ഇന്ന ആളെ ഇഷ്ടപ്പെട്ടു എന്ന് നീ പറയും. അപ്പം ആകാശ ലോകത്തുള്ള മലക്കുകളൊക്കെ മലക്ക് വിളിച്ച് പറയും, ഇന്ന ആളെ ഇന്ന സ്ഥലത്തുള്ള ഫാത്തിമ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് അവരോടൊക്കെ നീ ഇഷ്ടപ്പെടൂ എന്ന് മലക്കുകൾ പറയും. അതുപോലെ ഭൂമിയിലേക്ക് വിളിച്ച് പറയും, ഭൂമിയിൽ ഹാജറായിട്ടുള്ള എല്ലാ മലക്കുകളോടും ആരാണോ ഇഷ്ടം അവരെ എനിക്ക് ഇഷ്ടമാണെന്നില്ലേ, ഫുലാൻ എന്ന മനുഷ്യനെ ഞാൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയും. അപ്പം ഭൂമിയിലുള്ളവരും അവളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടും അല്ലെ. മലക്കുകൾ പാപരഹിതരാണ്, അവരുടെ ദുആകൾക്ക് തടസ്സം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അപേക്ഷകൾക്ക് വലിയ ഖബൂൽ, സ്വീകാര്യത ലഭിക്കും അല്ലെ. അതായത് മലക്കുകൾ നമ്മുടെ ദുആകളുമായി പോകുന്ന മലക്കുകളെ മലക്കുൽ മുവക്കലൂൻ എന്നാണ് പറയപ്പെടുക. പഠിച്ചോനെ റബ്ബേ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലെ, നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും മലക്കുകൾ ഇൻവോൾവ്ഡ് ആണ്, അത് നമുക്കറിയാം. അതായത് ബിക്കോസ് നമ്മൾ
പിന്നെ ഒരു ദുആ ചെയ്യുകയാണെങ്കിൽ അപ്പൊ അവിടെ മലക്ക് പ്രസന്റ് ആയിരിക്കും അല്ലെ. വേറെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പൊ നല്ലത് ചെയ്യുകയാണെങ്കിലും ചീത്ത ചെയ്യുകയാണെങ്കിലും ഒക്കെ മലക്കുകൾ പ്രസന്റ് ആയിരിക്കും. അവരുടെ സാന്നിധ്യത്തിലാണ് നമ്മൾ ചെയ്യുക. അതിനിപ്പോ തെറ്റ് ചെയ്യുകയാണെങ്കിൽ തെറ്റിൽ നിന്ന് പിന്തിരിപ്പിക്കാനും നല്ല മലക്കുകൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. പിന്നെ ഈമാൻ കാര്യത്തിൽ പെട്ടതാണ് മലക്കുകളിലുള്ള വിശ്വാസം അല്ലെ. അൻതുമിനു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി വൽ യൗമിൽ ആഖിരി വതുമിനു ബിൽ ഖദ്രി ഖൈരിഹി വ ശർരി. അതായത് അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ വേദഗ്രന്ഥങ്ങളിലും അവന്റെ പ്രവാചകന്മാരിലും അവസാന നാളിലും വിധി നിർണയത്തിലും വിശ്വസിക്കലാകുന്നു ഒരു യഥാർത്ഥ സത്യവിശ്വാസിയിലെ ഈമാൻ കാര്യം. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ മലക്കുകളിൽ വിശ്വസിക്കൽ അച്ചട്ടയാണ്, അത് ചെയ്യല് നമുക്ക് നിർബന്ധമായ കാര്യവുമാണ്. അപ്പം അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ച കാര്യത്തിൽ അവർ ഒരു അനുസരണക്കേട്, ഒരു തരിമ്പ് പോലും അനുസരണക്കേട് കാണിക്കുകയില്ല. അവരോട് കൽപ്പിക്കുന്നത് മാത്രം അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അല്ലെ. മലക്കുകൾ സത്യവിശ്വാസികളിൽപ്പെട്ട ചിലർക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട് എന്നതിന് നമുക്ക് തെളിവെന്താണ്? പരിശുദ്ധ ഖുർആനിലെ 42-ാമത്തെ സൂറയിലെ 5-ാമത്തെ വചനം, വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർളി അലാ ലിമൻ ഫിൽ അർള് അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. ല്ലേ, മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ല്ലേ. ഭൂമിയിലുള്ളവർക്ക് വേണ്ടി അവർ പാപമോചനം തേടുകയും ചെയ്യുന്നു. അറിയുക, തീർച്ചയായും അല്ലാഹു ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. ല്ലേ, അല്ലാഹു കരുണാനിധിയും ഏറെ പൊറുക്കുന്നവനുമാണ്. അപ്പൊ ഇബ്നു ബത്താൽ റളിയല്ലാഹു വീണ്ടും പറയുന്നു, തീർച്ചയായും മലക്കുകളുടെ പ്രാർത്ഥന ഉത്തരം ലഭിക്കുന്ന കാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല അല്ലെ. അപ്പൊ ബുഖാരിന്റെ ഹദീസും കൂടെ ആയതുകൊണ്ട് നമുക്ക് തീർത്തും വിശ്വസിക്കാം. കാരണം മലക്കുകളുടെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയിട്ട് അത്തരം അവസരങ്ങളിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രത്യേകം, അതായത് ഒന്നാമതായിട്ട് പറയുന്നത് ഏത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അതേസമയം സൽക്കർമ്മം ചെയ്യുന്ന ഒരു സത്യവിശ്വാസി എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്തു പോയാൽ 6 മണിക്കൂറോ എത്രയോ സമയം വരെ മലക്കുകൾ ആ തെറ്റ് എഴുതാണ്ട് കാത്തു നിൽക്കും. അത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ കുട്ടിയൊക്കെ എക്സാം എഴുതി കഴിഞ്ഞാൽ എക്സാമിന്റെ പേപ്പറിൽ ഏത് വിഷയത്തിലാ തോറ്റത് അതിൽ അണ്ടർലൈൻ ഉണ്ടാവും അല്ലെ. അതുപോലെ നമ്മൾ പരലോകത്ത് വെച്ച് നമ്മുടെ നന്മ തിന്മകളുടെ കിതാബുകൾ കാണുമ്പോൾ അതിലൊരു അണ്ടർലൈൻ വരരുതെന്ന് വിചാരിച്ചിട്ട് മലക്കുകൾ കുറച്ച് സമയം എഴുതപ്പെടാണ്ട് നിൽക്കും. ബിക്കോസ് നമ്മളെങ്ങാനും പാപമോചനം തേടിയാലോ അത് പൊറുക്കപ്പെട്ടാലോ അല്ലെങ്കിൽ തൗബ നമസ്കരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് മലക്കുകൾ എന്താക്കും, അത് എഴുതാണ്ടിരിക്കും അല്ലെ. എത്ര നല്ല സ്നേഹമുള്ള മലക്കുകളും എത്ര നല്ല എന്താ പറയണ്ടേ റൂൾസ് ഉണ്ടാക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ. സുബ്ഹാനല്ലാഹ് എത്ര അൽഹംദുലില്ലാഹ് എത്ര പറഞ്ഞാലും മതിയാവില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്തെങ്കിലും രാവിലെ ഇപ്പൊ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോളി, രാവിലെ ചായ കുടിക്കുന്നതിന്റെ ആ സമയത്ത് എന്തെങ്കിലും ആരോടെയും സംസാരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ഫോൺ ഓൺ ചെയ്തപ്പോ എന്തെങ്കിലും തെറ്റായത് കണ്ടുപോകുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ളുഹാ നിസ്കാരത്തിൽ കയറി കഴിഞ്ഞാൽ ളുഹാ നിസ്കാരം അതിന്റെ അവസാന ഘട്ടത്തിൽ, അതായത് 12:10 മുൻപേ ഒരു 11:30 ഉള്ളിൽ നമസ്കരിക്കുന്നത് അത് സ്വലാത്തു തൗവാബീനാണ്. അത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരുടെ നിസ്കാരമാണ്. അവിടെ കുറെ ഇസ്തിഗ്ഫാറും നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല അത് പൊറുക്കപ്പെടാൻ ആവശ്യപ്പെടുകയും മലക്കുകൾ പൊറുക്കപ്പെടുകയും ചെയ്യും അല്ലെ. അപ്പൊ ഖേദിച്ച് മടങ്ങുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതിന്റെ കുറെ ആയത്തുകൾ ഉണ്ടാവുന്നു, ഞാൻ വായിക്കുന്നില്ല, കാരണം അത് റഫറൻസിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മുഴുവൻ എന്ന് പറയാൻ സമയം ഉണ്ടാവില്ല. സിംഹാസനം വഹിക്കുന്ന മലക്കുകളും അല്ലദീന യഹ്മിലൂനൽ അർശി വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി. അതായത് സിംഹാസനം വഹിക്കുന്ന മലക്കുകളും അതിന് ചുറ്റുമുള്ളവരും രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം കീർത്തനം ചെയ്യുകയും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പാപമോചനം നേടുകയും ചെയ്യുന്ന നമുക്കറിയാം. അള്ളാഹുവിന്റെ സിംഹാസനം മലക്കുകൾ വഹിച്ചിട്ടാണ് നിൽക്കുന്നത് അല്ലെ. ആ സിംഹാസനം താഴെ വെച്ചൂടെ നമുക്ക് തോന്നിപ്പോകും, പക്ഷെ അത് അള്ളാഹിന്റെ പല കുദറത്തുകളിലും പല അത്ഭുതങ്ങളിലും പോലെ അതും ഒരു അത്ഭുതമാണ്. അപ്പൊ അവരവിടെ നിന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്നത്? സത്യവിശ്വാസികൾക്ക് വേണ്ടി പാപമോചനം തേടി ചെയ്യുന്നു. അതായത് ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ കാരുണ്യവും അറിവും സകല വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാകുന്നു അല്ലെ. അതായത്
ലില്ലദീന ആമനു റബ്ബന വസഅത കുല്ല ഷൈഇൻ റഹ്മ. അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും മൂടിയിരിക്കുന്നു. അതായത് വെച്ചാൽ എല്ലാത്തിനെയും മൊത്തത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ആകയാൽ പശ്ചാത്തപിക്കുകയും നിന്റെ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമേ, നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ എന്ന് ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണല്ലേ. അൽഹംദുലില്ലാഹ്, അക്കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ രക്ഷിതാവ്, നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ, സന്തതികൾ എന്നിവയിൽ നിങ്ങൾ സർവ്വത്രയും പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്നും കാക്കുകയും ചെയ്യണം. ഇതൊക്കെ മലക്കുകളെ പ്രാർത്ഥനയാണ് അല്ലേ. അന്നേ ദിവസം നീ ഏതൊരാളെയും തിന്മകളിൽ നിന്ന് കാക്കുക, അവനോട് നീ തീർച്ചയായും കരുണ കാണിച്ചിരിക്കുന്നു. അത് തന്നെയാണ് മഹാഭാഗ്യം. വദാലിക ഹുവൽ ഫൗസുൽ അലീം അല്ലേ. അത്തരത്തിലുള്ള മഹാഭാഗ്യവാന്മാരിൽ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ജീവിതത്തിൽ ഉടനീളം ഭയപ്പെട്ട് തഖ്വയോട് കൂടി ജീവിക്കുന്നവർക്കില്ലേ, രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാരോ അവർക്കാണ് മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഉറഫും മിൻ ഫൗഖിഹ ഉറഫും മബിനിയത്തുൻ, അതായത് മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിച്ചിട്ടുള്ള മണിമേടകൾ. അവർ താഴ്ഭാഗത്ത് കൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ വാഗ്ദാനം അത്രേ. അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയും ഇല്ല. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ് അല്ലെ. നമ്മളെ ഈ പല സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുമ്പോ, അതല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം അല്ലെ, നദികൾ ഇങ്ങനെ വന്ന് പതിക്കുന്ന ആ സ്ഥലത്ത് എന്തൊരു രസാണ് കാണാനില്ലേ. വെള്ളത്തിൽ സോപ്പ് പത കലക്കിയ പോലെ അല്ലെ. ചിലപ്പോ നീളത്തിൽ ഒഴുകി വന്ന് വീഴും, ചിലപ്പോ അങ്ങനെ പെട്ടെന്ന് താഴോട്ട് കുത്തനെ വന്ന് വീഴും. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ നമുക്ക് എന്തൊരു ഭംഗിയാ. പക്ഷെ ഇവിടെ ആണെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോണെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. പോരാത്ത മഴക്കാലത്ത് അത് പോയിക്കൂടെ, എപ്പോഴാണ് ഉരുൾപൊട്ട്, എപ്പോഴാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുക എന്നുള്ള പേടിയും. രണ്ടാമത് ഇനി നമ്മൾ താമസിക്കുന്ന ഒരു റിസോർട്ടിൽ എങ്ങാനും ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ വലിയ പ്രശ്നം എന്താന്ന് വെച്ചാല്, അവിടെ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ ചെക്ക് ഔട്ട് ചെയ്യൽ ഒരു ഏകദേശം 24 hours ഒന്നുമില്ല, ഒരു 19 hours ആകുമ്പത്തിന് അവർ പറയും ചെക്ക് ഔട്ട് ചെയ്തോളി. അപ്പൊ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്ന് ഉറങ്ങി ഒന്ന് വർത്താനം പറഞ്ഞ് ഒന്ന് രാവിലത്തെ കോംപ്ലിമെന്റ് ടീ ഒക്കെ കുടിക്കുമ്പോഴത്തേക്കും തന്നെ പോകാനാവും അല്ലെ. പക്ഷെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെ താഴ്വാരകളുടെ പ്രത്യേകതകളോ, ആ താഴ്വാരകളിൽ നിന്നും വീട് വെച്ച് നമ്മൾ താമസിക്കുമ്പോ അവിടുന്ന് പോകാൻ ഒരാളും നമ്മോട് ആവശ്യപ്പെടൂല അല്ലെ. ആ സുന്ദരമായ താഴ്വാരങ്ങളിൽ മനോഹരമായ വീടുകളിൽ നമുക്കും നമ്മളെ കുട്ടികൾക്കും മീൻ പിടിച്ചും വെള്ളത്തിൽ കളിച്ചും കാലിട്ടടിച്ചും അല്ലെ അങ്ങനെ താമസിക്കുമ്പോ നമുക്ക് നാട്ടിൽ പോകണമെന്നില്ല. കാരണം നാട്ടിൽ ഒരു പ്രശ്നവും ഇല്ല, ആരും ഹോസ്പിറ്റലിൽ ഇല്ല, കുട്ടികൾക്ക് SSCN എക്സാം ഇല്ല, ഭർത്താവിന് ഷോപ്പ് തുറക്കണ്ട, വീട്ടിൽ ഉമ്മക്ക് സുഖമില്ലായ്മ ഇല്ല, ഒരു പ്രശ്നങ്ങളുണ്ട് അല്ലെ. അങ്ങനത്തെ മനോഹരമായ ഒരു ഉദ്യാനം അല്ലെ സ്വപ്നം. ഞാനിങ്ങനെ പല ഇതൊക്കെ നല്ല നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, പക്ഷേ ഇവിടെയൊക്കെ ഇപ്പൊ പൈസ കൊടുത്ത് പോയാലും ടിക്കറ്റും ഫെയറും യാത്ര അതും ഇതും ഭക്ഷണവും എല്ലാം കൂടെ ആയി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ലൊരു ലക്ഷം പൊടിയും. എല്ലാരും കൂടെ ഒന്നിച്ച് പോവുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ പോയിട്ട് നമുക്ക് പോണതല്ല മനസ്സമാധാനക്കേടാ. ഏതെങ്കിലും 8-ാം തീയതി ആരെങ്കിലും കല്യാണം ഉണ്ടാവും, 9-ാം തീയതി ആരെങ്കിലും ഹോസ്പിറ്റലിൽ എമർജൻസി ചെക്കിങ് ഉണ്ടാവും, വേറെ എന്തെങ്കിലും ഉണ്ടാവും, കുട്ടികൾക്ക് എക്സാം ഉണ്ടാവും, ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടാവില്ല, ഇങ്ങനെ. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു സുന്ദരമായ ലോകം ഇപ്പോഴാണ് എനിക്കൊന്ന് വിചാരിക്കില്ലേ. അൽഹംദുലില്ലാഹ് നമുക്ക് എല്ലാവർക്കും അതിങ്ങനെ സ്വപ്നം കാണാം അല്ലെ. നമ്മുടെ ഇപ്പോഴത്തെ സ്വപ്നങ്ങളാണ് ഭാവിയിലെ വാഗ്ദാനങ്ങൾ അല്ലെ. അൽഹംദുലില്ലാഹ്. നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മളൊക്കെ ഇമാമ് നിന്ന് നമസ്കരിക്കുമ്പോ ഇമാം ഫാത്തിഹ ഓതുമ്പോൾ ആമീൻ ചൊല്ലല് അല്ലെ, അതൊരു വളരെ നല്ലൊരു ഇതാണ്. പക്ഷെ എത്ര ആള് നമ്മൾ ആമീൻ ഇമാം ഫാത്തിഹ നിർത്തുമ്പോ ഫാത്തിഹ ചൊല്ലുമ്പോഴല്ല ഫാത്തിഹ അവസാനിക്കുമ്പോ അല്ലെ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ പറയുമ്പോ ഇമാം ആമീൻ പറയും, അപ്പം വേറൊരു സമയത്ത് പറയും, ഞാൻ എനിക്ക് തോന്നിയ സമയത്ത് പറയും അല്ലെ. അങ്ങനല്ലേ നമ്മള് ആക്ച്വലി കറക്റ്റ് അല്ലേ. ആണെങ്കിൽ ഒരു തംസപ്പ് ഒക്കെ വിട്ടോളി അല്ലെ. അധിക പക്ഷവും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാറില്ല അല്ലെ. ഇമാം പറയുന്ന ആ സ്ട്രെച്ചിൽ ആ സമയത്ത് ആ സ്പോട്ടിൽ നമ്മൾ പറയാൻ ശ്രദ്ധിക്കാറുണ്ടോ?
ഇല്ല. ഇനിയിപ്പോ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെ. അപ്പൊ മാക്സിമം അവരെ കൂടെ തന്നെ പറയാൻ ശ്രമിക്കുക. വലവാലീൻ ഇല്ലെങ്കിലും നമുക്ക് ആമീൻ പറയാം. ബിക്കോസ് ദാറ്റ് ഇസ് എ ദുആ അല്ലെ. നമ്മളത് ചൊല്ലി തീർന്നിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ആമീൻ പറയാം. ബിക്കോസ് അതൊരു ദുആ ആണ്. ആ ഒരു ഫാത്തിഹത്ത് ആ തുറക്കപ്പെടുന്നല്ലേ അധ്യായത്തിന്റെ ദുആ ഇമാം ചെല്ലിയ കെറോഫിലും നമുക്ക് ആമീൻ പറഞ്ഞാലും നമുക്ക് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതായിരിക്കും അല്ലെ. പിന്നെ ഈ ആമീൻ ഇമാമിന്റെയും മഅ്മൂമിന്റെയും, അതായത് ഈ ഞാനും മഅ്മൂം എന്ന് പറയുന്ന നമ്മളും ഒന്നിച്ച് പറയുകയാണെങ്കിൽ ആമീൻ എന്ന വാക്കിന് സ്വീകരിക്കണമേ റബ്ബെ എന്നാണ് അർത്ഥം അല്ലെ. ഇമാം ആമീൻ ചൊല്ലിയാലും നിങ്ങൾ ആമീൻ ചൊല്ലുവിൻ. ഒരാളുമായി ആമീൻ ചൊല്ലൽ മലക്കുകളുടെ ആമീനുമായി ഒത്തുവന്നാൽ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അൽഹംദുലില്ലാ. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭക്തിയിലും പള്ളിയിൽ പോകുന്ന ആൾക്കാരെ പാപങ്ങൾ എങ്ങനെ ബാക്കി ഉണ്ടാവല്ലേ. ഇപ്പൊ എന്റെ ഉപ്പയൊക്കെ ആണെങ്കിൽ ഷോപ്പ് പള്ളിന്റെ നേരെ മുമ്പിലാ, ഒരു 2 റോയില് കാറ് പോകുന്ന സ്ഥലം അയച്ചിട്ട് ഇപ്പൊ എന്റെ ഷോപ്പ് നേരെ നോക്കിയാൽ നിസ്കരിക്കുന്ന കൈ കെട്ടുന്ന പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഷോപ്പായിരുന്നു. അവിടെ എത്ര തിരക്കുണ്ടെങ്കിൽ എന്തടിയാണെങ്കിലും ഇപ്പൊ ആ ജമാഅത്തിന് കൈയ്യട്ടാൻ പള്ളിയിലെത്തും. ഞാൻ ശരിക്കൊക്കെ എത്രമാത്രം പ്രതിഫലമായിരിക്കും. എന്തെങ്കിലും കുറ്റം ബാക്കി ഉണ്ടാവൂലേ. നമുക്ക് പറ്റുമോ? ഇനി പറ്റിയാൽ തന്നെ പള്ളി തൊട്ടടുത്താണെങ്കിൽ നമ്മൾ പോവോ? പോകാതിരിക്കാൻ 1000 എക്സ്ക്യൂസുകൾ കണ്ടെത്തൂലേ. ഇതായിരിക്കില്ലേ. ഞാൻ എപ്പോഴും വിചാരിക്കും പള്ളിന്റെ അടുത്ത് വീടായിരുന്നെങ്കിൽ ഇപ്പൊ മഗ്‌രിബിന്റെ മുമ്പേ പോയിരുന്ന് മഗ്‌രിബ് ഏശ നിസ്കരിച്ച് വന്നൂടെ. ഏശ നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ ഒക്കെ പ്രതിഫലം അല്ലേ. അൽഹംദുലില്ലാ. അതൊക്കെ ഭാഗ്യവാന്മാർ. ഒരുപാട് ആളുകൾക്ക് അടുത്തുണ്ടായിട്ട് പോലും പോകാത്തണ്ട്. പക്ഷെ അടുത്തുണ്ടായിട്ട് എല്ലാ ഭക്തും പള്ളിയിൽ നിന്ന് മാത്രം നിസ്കരിക്കുന്ന സ്ത്രീകളും നമ്മളെ കുറ്റിച്ചിറ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാ. അവർക്കൊക്കെ ഒരുപാട് പ്രതിഫലം ലഭിക്കും. നിസ്കാരത്തിൽ ഇമാമിനെ തുടർന്ന് നമസ്കരിക്കുന്നവരുടെയും ആമീൻ ഒരേ സമയത്തായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ആരും തന്നെ ഈ വിഷയത്തിൽ വലിയ ഒരു ശ്രദ്ധ കാണിക്കാറില്ല അല്ലെ. പിന്നെ പിന്നെ ഇമാമിന്റെ കൂടെ തന്നെ ആമീൻ പറയാതെ, ഇനിയിപ്പോ ലേഡീസ് ഇമാം ആണെങ്കിലും ആണുങ്ങളെ കൂടെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും ഒക്കെ ഫാത്തിഹ തീർന്നിട്ടില്ലെങ്കിൽ പോലും ആ ആമീനിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം, നമസ്കാരത്തിൽ ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലെ. അങ്ങനെ പറയണം. അപ്പൊ സമി അല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോൾ നമ്മൾ സമി അല്ലാഹു ലിമൻ പറയേണ്ടതില്ല. ഹമിദ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്നാണ് പറയേണ്ടത്. അബൂ ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇമാം സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയുക. ഫഇന്നഹു മൻ വഫഖ ഖൗലുഹു ഖൗലൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ ബിദംബിഹി. അങ്ങനെ വല്ലവന്റെയും വചനവും മലക്കിന്റെ വചനവും യോജിച്ചു വന്നാൽ അവന്റെ പാപങ്ങളിൽ നിന്ന് പുറത്തു കൊടുക്കുകയും ഒരാളുടെ ആമീൻ ചൊല്ലൽ മലക്കുകളുടെ ആമീൻ ചൊല്ലലുമായി ഒത്തുവന്നാൽ അവൻ ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടും. അത് രണ്ടും ആവർത്തിച്ച് പറയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇമാമിന്റെ കൂടെ നിൽക്കുമ്പോ ഈ സമി അല്ലാഹു ലിമൻ ഹമിദ പറയുമ്പോ ഈ റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറയാനും ഫാത്തിഹ ചെല്ലുമ്പോ ഇമാമിനോടൊപ്പം തന്നെ ആമീൻ പറയാനും പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നത് ചെല്ലുന്നുണ്ട് നമ്മള്, പക്ഷെ ഇതിന്റെ ഒന്നും ഒരു ഫളായിൽ അറിഞ്ഞിട്ടാണോ ചെല്ലല് ഒന്ന് നിങ്ങൾക്ക് പിന്നെ വേണമെങ്കിൽ പിന്നെ തംസപ്പ് അടിക്കാം അല്ലെ. അങ്ങനെ അറിഞ്ഞിട്ടാണോ ചെല്ലല്? അല്ല, നമ്മളങ്ങനെ ചെല്ലുന്നു അല്ലെ. ചിലപ്പം പിന്നെന്താ അറപ്പിൽ വീണെങ്കിൽ വീണ്, കിട്ടിയെങ്കിൽ കിട്ടി, അത്ര അല്ലെ. അപ്പൊ ഇനി മുതൽ നമ്മൾ ഈ വിഷയം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. പിന്നെ തന്റെ സഹോദരന് വേണ്ടി അവന്റെ അഭാവത്തിൽ പ്രാർത്ഥിക്കുന്നവനില്ലേ, അത് ഭയങ്കര പ്രതിഫലാട്ടോ. നമ്മൾ സ്ഥലത്തില്ലാത്ത ഒരാളുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ മുഖത്ത് നോക്കിയിട്ട് നമ്മളൊരാൾ നിങ്ങളൊന്ന് ദുആ മുംതസ എന്ന് പറയുമ്പോൾ ഞാൻ ചൊല്ലുന്നതും അയാൾ സ്ഥലത്തില്ലാത്തപ്പോ തഹജ്ജുദിന് എണീച്ചിട്ട് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെ നമ്മളൊരു സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടിയിട്ട് ചെല്ലുന്നതും ഭയങ്കര വ്യത്യാസം അല്ലെ. ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീസിൽ തന്നെ അറബി ഹദീസ് ഒരുപാട് വിശദമായിട്ടുണ്ട്. ഞാൻ മലയാളം മാത്രം വായിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കേട്ടതായി പറയുന്നു, എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു, തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ആരാണോ പ്രാർത്ഥിക്കുന്നത് അന്നേരം അതുകൊണ്ട് ഭരമേൽപ്പിക്കപ്പെടുന്ന മലക്ക് പറയും ആമീൻ, അതുപോലുള്ളത് നിനക്കും
ഉണ്ടാവട്ടെ. ആമീൻ. വലക്ക ബിമിസ്ലിഹീൻ. അതായത് നമ്മുടെ തലക്കുമീതെ എപ്പോഴും മലക്കുകൾ ഉണ്ടാവും ഇങ്ങനെ അല്ലെ, നന്മ എഴുതുന്നതും തിന്മകൾ എഴുതുന്നത്. അപ്പൊ നമ്മളെ തലക്കുമേലെ നിന്നിട്ട് മലക്ക് പറയും ആദ്യം നിനക്ക് ഉണ്ടാവട്ടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അല്ലാഹു മഗ്ഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും അംവാത്ത് എന്നുള്ള ദുആ എല്ലാ പ്രാർത്ഥനകളുടെ അവസാനം ഫിറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊടാനക്കോടി ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു അത്യുത്തമമായ പ്രാർത്ഥനയാണത്. അത്രയും നമ്മൾ അമലുകളൊന്നും ചെയ്താലും നമുക്ക് അത്രത്തോളം ഒരു പ്രതിഫലം ഉണ്ടാവൂല. അതും ഇതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ. ഒരാളുടെ അവസ്ഥ ഒരാങ്ങളെ ഒരനിയത്തി ആരെങ്കിലും ഒരു പിണക്കിലാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കല്. അത് പ്രാർത്ഥന കേൾക്കുമ്പോ അള്ളാഹു പറയും അവന് കൊടുക്കുന്നതിന് മുമ്പേ അവൾക്ക് കൊടുക്കുക. ആരാണോ ദുആ ചെയ്യുന്നത് അവൾക്ക് കൊടുക്കുക അല്ലെ. നമ്മളാണ് ദുആ ചെയ്യുന്നതെങ്കിൽ എനിക്ക് തരാൻ പറയല്ല, എന്നിട്ട് അയാൾക്ക് കൊടുക്കുക. മാത്രമല്ല ആ ദുആയിൽ ഒരു സിൻസിയറിറ്റി ഉണ്ട്, ആത്മാർത്ഥത. അല്ലേ, അവന് കേൾക്കാൻ വേണ്ടി, അവനിൽ എന്ത് പെരുന്നാളിന് ഡ്രസ്സിന് പൈസ കിട്ടാനും സക്കാത്തിന്റെ പൈസ കിട്ടാനും ഒന്നും അല്ല നമ്മൾ ദുആ ചെയ്യുന്നല്ലേ, അല്ലാണ്ട് അവനും നമ്മളുമായിട്ട് നല്ല സ്നേഹത്തിലാവണേന്ന് ദുആ ചെയ്യുന്നത് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു ഫിക്റാണ് അതല്ലേ. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുള്ളവർക്ക് പോലും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ പരിശുദ്ധിയെ തെളിയിക്കുന്നു. അഞ്ചാമതായിട്ട് രോഗസന്ദർശനം നടത്തിയാൽ അല്ലെ, അത് നിങ്ങൾക്കെല്ലാം അറിയാം, 70,000 മലക്കുകളെ പ്രാർത്ഥന ലഭിക്കുന്നു അല്ലെ. നമുക്കിപ്പോ എന്തെങ്കിലും വലിയ കാര്യം ചെയ്തു വിചാരിച്ചു, പള്ളിക്കും വേണ്ടി എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ, പക്ഷെ ആരെങ്കിലും ഒരാളോട് നമുക്ക് വേണ്ടി നന്മ പറയാൻ നമ്മളൊന്ന് ചെവിയോർത്ത് നിന്നാൽ പലരും പറയല്ല. അങ്ങനെ ഓർക്കാനും കേൾക്കാനും ഒന്നും പാടില്ല, അത് വേറെ വിഷയം. അല്ലാഹുവാണ് പ്രതിഫലം. ഇതിനെ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക നമ്മളെ കൊണ്ട് ആരെയും, പക്ഷെ നമ്മൾക്ക് കിട്ടൂല. ഇനി നാട്ടിൽ നിന്ന് ഒരാൾ നമ്മളെ കൊണ്ട് ഒരു നല്ലത് പറയും, നമ്മൾ കേൾക്കില്ല, ചിലപ്പോൾ കേൾക്കാണ്ടൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ അലി റളിയല്ലാഹു നിവേദനം ചെയ്ത ഒരു ഹദീസിൽ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ വൈകുന്നേര സമയത്ത് അല്ലെങ്കിൽ പ്രഭാത സമയത്ത് രോഗസന്ദർശനം നടത്തിയാൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി പാപമോചനം പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ. അവന് സ്വർഗത്തിൽ സമൃദ്ധമായ തോട്ടങ്ങളും ഉണ്ട്. അപ്പൊ എന്തെല്ലാം ഉണ്ട്, അവന് സ്വർഗത്തിന്റെ തോപ്പ്, മറ്റൊരു ഹദീസിൽ കാണാം സ്വർഗത്തിന്റെ തോപ്പുകളിലൂടെയാണ് സഞ്ചരിക്കാറെന്ന് അല്ലെ. അപ്പൊ ഞാൻ എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെ നല്ല പശുക്കളുടെ സിസ്റ്റം ഉണ്ട്. അപ്പൊ നമുക്ക് കുറെ ഒരു 2 ആഴ്ച ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ വരുമല്ലോ, അവിടെ ഉണ്ടായ ഒരു സുഖമില്ലാണ്ടിട്ടുള്ള, ഇവിടെ ഉണ്ടായ മറ്റുള്ളങ്ങൾ വരും, നമുക്ക് ഒന്നിച്ച് പോവാം. അങ്ങനെ ഒരു ഇറക്കിറങ്ങി കുറയും. അപ്പൊ ഞാൻ പറയും ഇത് ശരിയില്ല കേട്ടോ, ഒരൊറ്റ ഇറക്കത്തിന് എല്ലായിടത്തിലും പോയാൽ ചിലപ്പോൾ ഒരു 70,000 കിട്ടാം. നമുക്ക് ഓരോ ദിവസം പോകാമായത്, പക്ഷെ ഓരോ ദിവസം നമുക്ക് കിട്ടൂലല്ലോ. നമ്മളങ്ങ് ഇറങ്ങി ഒരു പോക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ വഴിക്കുള്ള എല്ലാവരും ഒന്ന് കണ്ട് ജസ്റ്റ് വിസിറ്റ് ചെയ്താലും പ്രതിഫലം തന്നെയാണ്. ഇപ്പൊ രോഗിയാവണമെന്നില്ല, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയുടെ വീട് സന്ദർശിച്ചാൽ ഒരു സ്വർഗത്തിലൊരു ഭവനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ പണ്ട് കണ്ട് മറന്ന പള്ളിയിലൊന്നും ഇപ്പം വരാത്തവരെ അന്ന് വീട്ടിൽ കയറി 2 വർത്താനം പറഞ്ഞില്ലേ, ചായ വേണ്ടാന്ന് നിർബന്ധിച്ച് പറയും. കാരണം നമ്മുടെ ആ പോക്ക് അവർക്കൊരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യരുതല്ലോ. അപ്പൊ അതുകൊണ്ട് ചായ വേണ്ട, കുറച്ചു നേരം ഇരിക്കുന്ന പറയാം. അപ്പൊ ഇത് റെഡി ഉണ്ടെങ്കിൽ അവർ തരും, അല്ലെങ്കിൽ നിർബന്ധിച്ച് വേണ്ടാന്ന് തന്നെ പറയും. പക്ഷെ ഹായ് ബായ് പറഞ്ഞ സലാം ചൊല്ലി ഒന്ന് കൈ കൊടുത്ത് സ്വർഗത്തിലൊരു പൊരയും വാങ്ങി വന്നൂടെ അല്ലേ. അങ്ങനെ ഒരു ഇറക്കാണ് നമ്മളൊക്കെ ഓരോ രോഗികളെ കാണാൻ. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് ചെന്നിട്ടില്ല, അവരിങ്ങനെ ചോദിക്കും ഇപ്പൊ കുറേ ആയാലും കണ്ടിട്ട്. പക്ഷെ നമ്മളെ ചോദിക്കും പോലെ മറ്റുള്ളവരെ ചോദിക്കൂല, കാരണം അവര് പോകാറില്ലാലോ. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുമ്പോ ഞാൻ അങ്ങനെ വിചാരിക്കും, പഠിച്ചോനെ സ്വർഗത്തിലെ തോപ്പിക്കൂടെ എല്ലാം പോണത് ഇങ്ങനെ മണക്കുന്നുണ്ടോ. നമ്മൾ അവിടെ പോയിട്ട് രോഗികളുടെ അടുത്ത് ഇരിക്കുമ്പോ പ്രാർത്ഥന ചെല്ലുമ്പോ എന്താ പറയാ, സ്വർഗത്തിലാണ് ഇരിക്കുന്നത് മനസ്സിലാക്കണം അല്ലെ. അത് സ്വർഗത്തിന്റെ തോപ്പുകളാണ്. അതിപ്പോ ആളുകളുടെ രോഗ സന്ദർശിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, രോഗം സന്ദർശിക്കുമ്പോ ഒരു രോഗിക്കോ രോഗിയുടെ വീട്ടുകാർക്കോ ബുദ്ധിമുട്ടോ മനോവിഷമോ ഉണ്ടാകുന്ന രീതിയിൽ ഒരിക്കലും ഒരു വർത്താനം ഒരു സംസാരം നമ്മളെ വായിൽ നിന്ന് വന്നു പോകണം. അതല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞ ഭാഗത്തിലായി പോയത്. എപ്പോഴും അവർക്ക് ഫേവർ ചെയ്തിട്ട് മാത്രമേ സംസാരിക്കാവൂ. ഇൻഷാ അല്ലാഹ്. ما من يوم يصبح العباد فيه إلا ملكان ينزلان فيقول أحدهما الله أعطي منفقا خلفا ويقول الآخر اللهم أعطي ممسكا تلفا. അതായത് അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഹദീസിൽ എല്ലാ ദിവസവും പ്രഭാതത്തിൽ 2 മലക്കുകൾ ഇറങ്ങി വരികയും എന്നിട്ട് അവരിൽ നിന്നൊരു മലക്ക് അള്ളാഹുവെ നല്ല കാര്യത്തിന് ചെലവ് ഈ ചെയ്യുന്നവർക്ക് വേണ്ടി നീ പകരം കൊടുക്കണമേ,
മറ്റേ മലക്ക് പറയും ചെലവ് ചെയ്യാത്തവന് പിശുക്ക് കാണിച്ചവന് നാശമുണ്ടാക്കണേ അല്ലേ. അതല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത പിശുക്ക് കാണിക്കുന്ന ജനങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അപ്പൊ ദാനധർമ്മം ചെയ്യുന്നതിന് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പിന്നെ മലക്കുകൾ പോലും സുബഹി സമയത്തും അല്ല പിന്നെ മഗ്‌രിബിന്റെ സമയത്തും പരസ്പരം കയറി പോകുമ്പോ അവർ തമ്മിൽ കാണുകയും കൈ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എന്നിട്ട് ചോദിക്കും പോലെ പിന്നെ ഫാത്തിമ ഉണ്ടാക്കാൻ ആയിഷ ഞാൻ ചെല്ലുമ്പോ രാവിലെ ഞാൻ വരുമ്പോൾ അവള് സുബൈക്ക് ഇസ്രാഫിൽ കാത്ത് മുസല്ലയിൽ ഇരുന്ന് ദുആ ചെയ്യുന്ന ദിക്റെടുക്കുന്നൊക്കെ കണ്ട. അപ്പൊ മലക്കുകൾ പറയാ നമ്മൾ ഇന്നലെ പിന്നെ തിരിച്ചു വരുമ്പോഴും അവള് മഗ്‌രിബിന്റെ സമയത്ത് എന്താക്കിയായിരുന്നു ഓതി നിസ്കരിച്ചൊക്കെ പിന്നെ മഗ്‌രിബ് നമസ്കാരത്തെ പ്രതീക്ഷിച്ച് ഉള്ളെടുത്തിരിക്കുകയാണ്. അപ്പൊ മാത്രമല്ല അവള് വല്ല സദഖയും കൊടുക്കുകയും കൂടെ ചെയ്താല് അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ ഒരു മലക്കുകളെ പിന്നെ ദുആയിൽ നമ്മൾ ഉൾപ്പെടുകയും ചെയ്യും. മാത്രമല്ല സദഖയൊക്കെ കൊടുക്കുമ്പോൾ ബിസ്മില്ലാഹി കമ്പൽസറി ചെല്ലണം. അതെല്ലാരും ചെല്ലുന്നുണ്ടാവും. പക്ഷെ അതോടൊപ്പം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം എന്നുള്ള ഒരു പ്രാർത്ഥന ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ വന്നിട്ടുള്ള നല്ല ദുആണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊല്ലിയ ആ ദുആ എല്ലാവരും ചെല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈവൻ ഗൂഗിൾ പേ ആവുമ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ അല്ലേ നമ്മൾ കൈകൊണ്ടല്ലാതെ കൊടുക്കുന്നു എന്നൊരു ധാരണ ഉണ്ടാവും. പക്ഷെ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മരിച്ച വീട്ടിൽ ചെന്നാൽ അല്ലെ മയ്യത്തിന്റെ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ദുആ അധിക ആളുകൾക്കും അപരിചിതമാണ് അല്ലെ. ഉമ്മു സലമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹദറത്തുൽ മരീദ അവിൽ മയ്യിത്തി ഫയഖൂലു ഖൈറൻ ഫൈനൽ മലായികത്തു യുമിനൂന അലാ മാ തഖൂലു. അതായത് മയ്യത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ നല്ലതേ പറയാവൂ, പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമേൻ. ചിലപ്പോൾ അതുപോലെ മരണ വീട്ടിൽ ചെന്നാലും രോഗികളെ സന്ദർശിക്കാൻ ചെന്നാലും നല്ലത് മാത്രമേ ചെല്ലാവൂ. പിന്നെ ഈ രോഗികളെ മയ്യത്തിന് നമസ്കാരം അല്ലാണ്ട് നമ്മൾ ജസ്റ്റ് കണ്ടു പോണം. മയ്യത്തിന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഗഫിർലി അബി സലമത്ത വർഫഅ ദറജതഹു ഫിൽ മദീൻ. ഇതിപ്പോ അവരുടെ പേരെടുത്ത് പറഞ്ഞതാണ്, നമുക്ക് പേര് പറയണമെന്നില്ല. അല്ലാഹുമ്മ ഗഫിർലി ആദിഹിൽ മയ്യത്തി എന്ന് പറഞ്ഞാലും മതി ട്ടോ. വർഫഅ ദറജതഹു ഫിൽ മദീനത്തി വഖ്ലഫ്ഹു ഫി അഖബീഹി ഫിൽ ആബിരീന വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീന വഫ്സഹ് ലഹു ഫി ഖബരിഹി വനവ്വിർ ലഹു ഫീഹി. അതായത് ഉമ്മു സലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ് ആയതുകൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത്. ഉമ്മു സലമയുടെ മരണസമയത്ത് നബി സല്ലല്ലാഹു അവിടെ കടന്നു വന്നപ്പോൾ അബൂ സലമയുടെ 2 കൺപോളകളും തുറന്നിരിക്കുന്നതായിട്ട് കണ്ടു അല്ലെ. അപ്പൊ നബി കണ്ണുകൾ അടച്ചുകൊണ്ട് പറഞ്ഞു, ആത്മാവ് മരിച്ചു പോയ കണ്ണിൽ കൂടെയാണ് റൂഹ് പോവുക അല്ലെ. ആദ്യം പെരുവിരലിൽ നിന്നാണ് വേദന ആരംഭിക്കുക, അങ്ങനെ വന്ന് കണ്ണിൽ കൂടെയാണ് റൂഹ് പുറത്തേക്ക് പോവുക. അത് കേട്ടപ്പോൾ കണ്ണ് ആത്മാവിനെ പിന്തുടരും എന്ന് കണ്ണ് ഉച്ചത്തിൽ അട്ടഹസിച്ചു. അപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു അല്ലെ, നിങ്ങൾ നന്മ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയും. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പൊ ചിലപ്പോ കുട്ടികളൊക്കെ എന്തെങ്കിലും കുട്ടികൾ കളിക്കുമ്പോഴൊക്കെ നീ പൊട്ടനാണ്, നിനക്ക് മാർക്ക് കിട്ടൂല, നീ അങ്ങനെയല്ല പറയണ്ടേ അല്ലെ. തമാശ രൂപത്തിൽ നീ ഫസ്റ്റ് റാങ്ക് ആയിരിക്കും, അങ്ങനെ നീ കളക്ടർ ആവും, നീ വലിയ കോളേജിലെ അറബി കോളേജിലെ പ്രിൻസിപ്പാൾ ആവും, അങ്ങനത്തെ നല്ല കാര്യങ്ങൾ നമുക്കറിയാലേ. സുദൈസിന്റെ ഉമ്മ സുദൈസിനോട് ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞത് എന്തായിരുന്നു? അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ പറയൂ. അതുകൊണ്ടാണ് നിങ്ങൾ നന്മ കൊണ്ടല്ലാതെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, പറയരുത്. എപ്പോഴാ മലക്കുകൾ ആമീൻ പറയാന്നറിയില്ല. ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ നല്ല മഴ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ശാപവാക്കുകൾ പറഞ്ഞ മഴ പെയ്യുന്ന സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹിന്റെ അടുത്ത് സ്വീകാര്യമാണല്ലേ. അപ്പൊ സ്വീകരിച്ചെങ്കിലോ? അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളെ കുട്ടികളെ കൊണ്ട് വേറെ ആരെ കൊണ്ട് എന്ത് തന്നെ നെഗറ്റീവ് പറയാണ്ട് വലിയ വലിയ പോസിറ്റീവ് കാര്യങ്ങൾ പറയാം. ചിലപ്പോ നടന്നെങ്കിലോ അല്ലെ. അള്ളാഹുവെ അബൂ സലമക്ക് വേണ്ടി പുറത്തു കൊടുക്കണേ. ഒരു ദുആ ഉണ്ടല്ലോ, അത് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തട്ടോ. അത് അധികം ആർക്കും അറിയില്ല. മരിച്ച വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഈ ദുആ നിങ്ങൾ എന്ത് ചെയ്യണം? എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പഠിക്കുന്നവര് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. ചെറിയ ദുആ ആണ്. അല്ലാഹുമ്മ ഫല്ലി ഹാദിഹിൽ മയ്യത്തി വർഫഅ ദർജതഹു ഫിൽ മഹ്ദിയനി വഖ്ലഫ്ഹു ഫി അഖബീഹി ഫിൽ ആബിരീന വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. അതായത് അല്ലാഹുവേ ഈ മയ്യത്തിന് പുറത്തു കൊടുക്കണമേ,
സന്മാർഗികളുടെ പദവിയിലേക്ക് ഇനി അദ്ദേഹത്തെ ഉയർത്തണേ. അദ്ദേഹത്തിന് ശേഷം മറ്റാർക്കും ഉണ്ടാവാത്ത നഷ്ടം, അതായത് അതിന്റെ വീട്ടുകാർക്കുണ്ടായ നഷ്ടത്തെ നികത്തി കൊടുക്കണേ. സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവെ, ഞങ്ങൾക്കും അദ്ദേഹത്തിനും നീ പുറത്തു തരണമേ. ആ ദുആ ചെയ്യുന്ന നമുക്കും കൂടെ ഉണ്ടല്ലേ. അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുകയും പൂരിതമാക്കുകയും ചെയ്യണമേ എന്നുള്ള ദുആ അത് അധികം ആൾക്കും അറിയൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ ദുആ പ്രത്യേകം പഠിക്കാൻ ശ്രമിക്കുക. അറിയില്ലെങ്കിൽ ഇങ്ങനെ ഫോണിൽ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിട്ട് മരിച്ച വീട്ടിൽ പോകുമ്പോൾ ദുആ ചെയ്യാം കേട്ടോ. പിന്നെ രോഗികളുടെയും മയ്യത്തിന്റെ ഒക്കെ അടുത്തുനിന്ന് നല്ലത് മാത്രമേ പറയാവൂ. ആമീൻ ചൊല്ലും അല്ലേ. അപ്പൊ എനിക്കറിയാം, പണ്ടൊരിക്കല് ഞാനൊരു നമ്മള് സ്വന്തമല്ല, ഒരു അതായത് 40 കൊല്ലം മുമ്പാണ്. അപ്പൊ അവന്റെ വൈഫിന് ക്യാൻസർ വന്നത്രേ. ഒരു ഫാമിലിയില്ല. അപ്പൊ ക്യാൻസർ വന്നപ്പോ അവര് ഇരട്ടിയായിട്ട് ഭയങ്കര ഒരു പണക്കിലായിരുന്നു അത്ര. അപ്പൊ പെങ്ങള് ഏട്ടത്തി വന്ന് പിന്നെ ഹോസ്പിറ്റലിൽ കള്ളിയില് എനിക്ക് വന്ന രോഗം ഇത് എന്തോ എന്റെ കയ്യിലിരിപ്പോണ്ട് വന്നാണോ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പൊ ഈ കിടക്കുന്ന പേഷ്യന്റ് ചെറുതാണ്, എത്ര പ്രായമൊന്നുമില്ല, 3 കുട്ടികളും ഉണ്ട്, 20-22 വയസ്സായി. ആ കുട്ടിക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നതന്നെ ഈ അടുത്ത് ഇത് പറഞ്ഞിട്ട് അവര് വെറും 3 ദിവസം കിടന്നിട്ടുള്ള മരിച്ചുപോയി ടെൻഷനായിട്ട്. അപ്പൊ ഒരിക്കലും അങ്ങനത്തെ വാക്കുകളോ വർത്തമാനങ്ങളൊന്നും ഇങ്ങനത്തെ അവസരങ്ങളിലൊന്നും ആരും യൂസ് ചെയ്യാണ്ടിരിക്കുക. ചിലപ്പോ അവർ ചെയ്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ അവർക്ക് സ്വർഗലോകത്തിന് വേണ്ടിയിട്ട് അള്ളാഹു ഒരുക്കിയിട്ടുള്ള പിന്നെ പരീക്ഷണങ്ങളായിരിക്കാം. അള്ളാഹു അല്ലേ. അപ്പൊ നമ്മളതൊന്നും പോയിട്ട് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ സ്വാലിഹായ സ്വർഗത്തിലൊരു അടിമക്ക് ഉന്നത പദവികൾക്ക് വേണ്ടിയായിരിക്കാം ചിലപ്പോ അള്ളാഹു അത്രയും വലിയ രോഗങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ. അപ്പൊ ഈ രോഗി ഇത്രയും കാലം അത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഇത് സ്വന്തം ഏട്ടത്തിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്. കേട്ടേരെ വെറും 3 ദിവസമാണ് ആ രോഗി ജീവിച്ചതെന്ന് അറിയുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. മരിച്ചവരടുത്തോ രോഗികളുടെ അടുത്തോ ഒന്നും നിന്നിട്ട് ഒന്നും പറയരുത്. കാരണം മലക്കുകൾ സ്വർഗത്തിന്റെ തോപ്പുകളിലാണുള്ളത്. മലക്കുകൾ നമ്മളടുത്ത് സന്നിഹിതരായിരിക്കും. മാത്രം പറയാം. പിന്നെ രോഗ സന്ദർശനം നടത്തിയാൽ അല്ലെ, അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ തന്റെ സഹോദരനെ രോഗാവസ്ഥയിൽ പിന്നെ സന്ദർശനം നടത്തിയാൽ അള്ളാഹു പറയും, നീ നല്ലത് ചെയ്തു, നിന്റെ നടത്തം നന്നാക്കി, സ്വർഗത്തിൽ നിനക്കൊരു ഭവനം തയ്യാറാക്കി. അല്ലേ, അത് അൽബാനി സഹീഹ ഹസനുൽ ലിഹൈരി എന്നുള്ള ഇനത്തിൽപ്പെടുത്തിയ ഒരു ഹദീസാണ്. അത് അഹ്മദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 2-3 രോഗികളെ കാണാൻ വേണ്ടി പോയി, അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെ രോഗമൊന്നും ഇല്ലാത്തൊരു വീടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമാണ്. അപ്പൊ അവരൊന്ന് കാണാൻ നമ്മൾ സലാച്ചല്ലാന്ന് വിചാരിച്ച് അങ്ങനെ അവിടെയും കയറി. അപ്പൊ നമുക്കൊരു ദിവസം 4 ഭവന സ്വർഗത്തിൽ കിട്ടുന്നത് അല്ലേ. രോഗം സന്ദർശിച്ച വകയില്, വെറുതെ വിസിറ്റ് ചെയ്ത വകയില്, പിന്നെ അവരോടായിട്ട് സ്നേഹബന്ധം പുലർത്തിയ വകയില് 70,000 മത്സ്യങ്ങളുടെ പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് ഒത്തിരി ഒരു കേസാണ്. അപ്പോൾ കിട്ടുമ്പോൾ ആരെങ്കിലും 1-2 ആളെ അങ്ങനെ കൂട്ടുകെട്ടായിട്ട് പോകാൻ ശ്രമിക്കുക. ഇന്നിപ്പോ വൈകുന്നേരം നമ്മൾ ഇതുപോലെ ഒരാൾ അത്യാവശ്യ നിലയിൽ പോകാൻ വേണ്ടി നോക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാർക്കോ ഇല്ല, 3 ആൾ ഒന്നിച്ച് പോകാൻ നമുക്ക് ഷെയർ ചെയ്ത് പൈസ കൊടുക്കാന്നൊക്കെ തീരുമാനിച്ചായിരുന്നു. പക്ഷെ ഓണായതുകൊണ്ട് ആരെയും കിട്ടിയില്ല. അങ്ങനെയൊക്കെ നല്ല കാര്യങ്ങളിൽ നമ്മള് ജമാഅത്തായിട്ട് ചെയ്യുക, എല്ലാവർക്കും കൂടി കിട്ടും അല്ലേ ഇൻഷാ അല്ലാഹ്. പിന്നെ സുബി അസർ ജമാഅത്തായി നിസ്കരിച്ചവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ നിവേദനം ചെയ്ത ഹദീസിൽ, രാത്രിയുടെ പകലും നിങ്ങളുടെ അടുക്കലേക്കുള്ള മലക്കുകൾ, രാത്രിയിലും പകലിലും മലക്കുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് അസർ നമസ്കാര വേളകളിലും സുബഹി നമസ്കാര വേളകളിലും അവരെല്ലാവരും സമ്മേളിക്കും. പിന്നീട് നിങ്ങളോടൊപ്പം താമസിക്കുന്നവർ മേൽപോട്ട് കയറിപ്പോകും. അന്നേരം അള്ളാഹു അവരോട് ചോദിക്കും, ആ ദാസന്മാരെ കുറിച്ച് അള്ളാഹുവിന് പരിപൂർണ വിജ്ഞാനത്തോടു കൂടി എന്റെ ദാസന്മാരെ നിങ്ങൾ വിട്ടുപിരിയുമ്പോൾ അവരുടെ സ്ഥിതി എന്തായിരുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുറിച്ചിട്ട് മലക്കുകളോട് അന്വേഷിക്കും അത്ര, നമ്മൾ എന്താ ചെയ്യുന്ന. അപ്പൊ അള്ളാഹുവിന് പരിപൂർണ ജ്ഞാനമുള്ളതോട് കൂടി തന്നെ അള്ളാഹ്ക്ക് അറിയാം നമുക്ക് നമ്മള് എവിടാ ഉള്ളത്, എന്താ ചെയ്യുന്നത് ഭൂമിയിലല്ലേ. ഒരു ഇല പോലും അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ബിഇദ്നില്ല, അള്ളാഹുവിന്റെ അനുമതി കൂടാതെ ഒരു വറക്കത്തുണ്ട് ഒരു ഇല പോലും ഭൂമിയിലേക്ക് വീഴൂല. പക്ഷെ എന്നാലും മലക്കുകള് അള്ളാഹു ഇങ്ങനെ ചോദിക്കില്ലേ, ഇന്നാണ് എന്താക്കാണ്. അപ്പൊ മലക്കുകൾ പറയും, ചെന്നപ്പോൾ നമസ്കരിക്കുകയായിരുന്നു, തിരിച്ചു പോരുമ്പോഴും അവർ നമസ്കരിക്കുകയാണല്ലേ, സുബഹി സമയത്തോ അസർ സമയത്തോ. അപ്പോൾ അതിനാൽ അവർക്ക് പ്രതിഫല നാളിൽ പുറത്തു കൊടുക്കണേന്ന് മലക്കുകള്
തഖൂലുൽ മലായികത്തു അല്ലാഹുമ്മ ഗ്ഫിർ ലഹും യൗമദ്ദീൻ. മലക്കുകൾ പറയും അന്നേ ദിവസം പ്രതിഫല നാളിൽ അവർക്ക് പുറത്തു കൊടുക്കണേന്ന് മലക്കുകൾ പറഞ്ഞിട്ട് പോകും. അങ്ങനെ. പിന്നെ ജനങ്ങളെ നന്മ പഠിപ്പിക്കുന്നവൻ അല്ലെ, ഒരു ഇൽമ് കിട്ടിയിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് ആളുകൾ ഭയങ്കരമായിട്ട് എല്ലാം അറിയുന്നവരുണ്ട്, ഒരുപാട്. നമ്മളൊക്കെ തജ്വീദിന്റെ ഒക്കെ ഭയങ്കര ഫുള്ള് പഠിച്ച് ഇജാസയൊക്കെ എടുത്തവർ അങ്ങനെ ഒരുപാട്. പക്ഷെ അവരൊന്നും തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറയുമ്പോൾ അവർക്കൊക്കെ ഒരു മടിയാണ് സംസാരിക്കാൻ. നമ്മുടെ വോയിസ് ശരിയില്ല, നമ്മൾ പറഞ്ഞാൽ ശരിയാവില്ല, അങ്ങനെ എന്തൊക്കെയോ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഒരു ദാഹിയാകുക എന്നുള്ള ഒരു വിത്ത് അള്ളാഹു ഇട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെ ഹൃദയത്തിലൊന്നും ആ വിത്ത് മുളയ്ക്കുകയില്ല. ചിലടത്ത് ചീഞ്ഞു പോവും, ചിലടത്ത് മുരടിച്ചോവും, ചിലർക്ക് മൂന്നാമ്പ് വന്ന ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചവിട്ടി മെതിച്ചു പോവും. അങ്ങനെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അള്ളാഹു ഇട്ട് വെച്ചിട്ടുള്ള ആ ദാവി എന്ന വിത്തിന് നമ്മൾ വളമൊഴിച്ച് വെള്ളം കൊടുത്ത് വളർത്തി നമ്മളും ഒരു ദായി ആയി കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ, നമ്മൾ പറഞ്ഞു കേട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാരും പ്രതിഫലം നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അല്ലെ. വലിയ അക്കൗണ്ടിലൊക്കെ പൈസ ഇടുന്ന ആളുകൾ അങ്ങനെയാണല്ലോ. എല്ലാ മാസവും അവർ ഇൻട്രസ്റ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണല്ലോ ഉള്ളത് അല്ലെ. അതുപോലെ ഇൻട്രസ്റ്റ് നല്ലതാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതുപോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ഇൽമ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ നന്മകളായിട്ട് വരും. ഉദാഹരണമായിട്ട് അങ്ങാടി പ്രാർത്ഥന എല്ലാരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുകയും ചെല്ലിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ അവരൊക്കെ അങ്ങാടിയിലെത്തും. ഇതെത്രായി ഒരു 10 ലക്ഷം നന്മ കിട്ടി, 10 ലക്ഷം തിന്മ മാറ്റി, 10 ലക്ഷം പദവികൾ ഉയർത്തപ്പെടുക, സ്വർഗത്തിലൊരു വീടും കിട്ടും ഒരൊറ്റ പ്രാവശ്യം ആ ദുആ ചെയ്താൽ. അപ്പൊ എല്ലാവരും ആ ദുആ ചെല്ലുമ്പോ ആരാണോ പറഞ്ഞു കൊടുത്തത് അവരെ ഓർമ്മയായി പോകുന്നാ പറയുന്നത് അല്ലെ. അത്രയുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മളൊരു ദായി തന്നെ ആവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് നടക്കുന്നത്. ഏകദേശം 200 ആളുകൾ അടുത്തിപ്പോ നന്നായിട്ട് നമ്മളെ കുട്ടികളൊക്കെ സ്പീച്ച് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഇപ്പൊ ചാൻസ് കുറഞ്ഞ പ്രശ്നമേ ഉള്ളൂ, ഒരു മടിയും ഇല്ല. അത് കേട്ട് അവര് മുൻഗാമികൾ ചെയ്തത് കണ്ടിട്ട് ഇപ്പോഴത്തെ പുതിയ സ്റ്റുഡൻസ് മുന്നോട്ട് വരികയാണ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. അപ്പം അബൂ ഉമാമ അൽ ബാഹിരി റളിയല്ലാഹു അൻഹു നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും ആകാശത്തിലുള്ളവരും ഭൂതലത്തിലുള്ളവരും മാളങ്ങളിലുള്ള ഉറുമ്പുകൾ പോലെ മത്സ്യങ്ങൾ പോലും ജനങ്ങളെ നന്മ പഠിപ്പിക്കുന്നവന് കാരുണ്യ വർഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലെ. എത്ര ആൾക്കാണ്, മലക്കുകൾ മാത്രല്ല അല്ലെ, അള്ളാഹു, സെക്കൻഡ് മലക്കുകള്, 3 ആകാശത്തിലുള്ള മുഴുവൻ പറവകളും, 4 ഭൂതലത്തിലുള്ള മുഴുവൻ ജീവികളും, എക്സ്ട്രാ മാളങ്ങളിലുള്ള ഉറുമ്പുകള്, മത്സ്യങ്ങള്, പൊത്തുകളിലുള്ള പാമ്പുകള്, കൂടുകളെ മുട്ട വിരിഞ്ഞു വന്ന ചെറിയ കുഞ്ഞുങ്ങള്, കോഴിക്കുഞ്ഞുങ്ങള്, പാമ്പിന്റെ കുഞ്ഞുങ്ങള്, മത്സ്യക്കുഞ്ഞുങ്ങളിലെ ഇതൊക്കെ എത്ര കാറ്റഗറി. അങ്ങനെയൊക്കെ പറയുന്നതിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അള്ളാഹ് സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളും. പക്ഷെ ഇതെങ്ങനെ ഓരോന്നും ഉറുമ്പ് എന്നൊക്കെ പറയുന്ന ചില പുറ്റുമലൊക്കെ എത്രയേ ഉറുമ്പുകൾ ഉണ്ടാവും. ഈ ഉറുമ്പ് അറിയിക്കും നമ്മളിപ്പോ ഇൽമ പഠിക്കുകയാണ്, ഇൽമ പറഞ്ഞ അല്ലാഹു അലല്ലേ, ഇതൊക്കെ എന്താ അള്ളാന്റെ കുതിറത്തല്ലാണ്ട് എന്ത് പറയാനില്ലേ. അത്രയും കാര്യങ്ങള് നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ പോട്ടെ, അതിന്റെ കൂടെ തന്നെ അള്ളാഹുവും മലക്കുകളും ഉണ്ടല്ലേ. അള്ളാഹു വൽ മലായികത്തു ഇന്നല്ലാഹ വൽ മലായികത്തു വഅഹ്ലസ് സമാവാതി വൽ അർളി ഹത്താ നംലത ഫീ ഹുജുരിഹാ വഹത്തൽ ഹൂതൽ യുസല്ലൂന അലാ മുഅല്ലമിൻ നാസിൽ ഖൈർ. അതായത് ജനങ്ങൾക്ക് നന്മ പറഞ്ഞു കൊടുക്കുന്ന ദായികൾക്ക് വേണ്ടിയിട്ട്, ടീച്ചർമാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാറ്റഗറിയിലുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓരോ കോഴി ഫാമിലൊക്കെ കോഴിനെ വളർത്തുമ്പോൾ എത്രമാത്രം കോഴികളാണ്. അതുപോലെ ചെമ്മരിയാടിനെ വളർത്തുന്ന ആയിരക്കണക്കിന് ചെമ്മരിയാടിനെയൊക്കെ ഒന്നിച്ച് വളർത്തുന്നവരുണ്ട്, ഒരു ബിസിനസിന് വേണ്ടി വളർത്തുന്ന. പക്ഷെ അതൊക്കെ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ എത്രയേ ഉണ്ടാവൂലേ. കടലിലെ മത്സ്യങ്ങൾ, ഓരോ ബോട്ട് മീനായിട്ട് വന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിന്റെ ചെമ്മീനും കുഞ്ഞമത്തി എന്നൊക്കെ പറഞ്ഞ ചെറുതല്ലേ, അതൊക്കെ നമുക്ക് വേണ്ടി. അതൊക്കെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കണം അല്ലെ, നമ്മൾ ഇൽമ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഇതൊക്കെ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മളെല്ലാവരും ദായിമാരായി തരുന്ന എത്രമാത്രം പ്രതിഫലമായിരിക്കും കിട്ടുക അല്ലേ. ഇൻഷാ അല്ലാഹ്. പിന്നെ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ. അബ്ദുല്ലാഹി ഇബ്നു ആമിർ ഇബ്നു
റബിയത്താൻ നബി ഖാല സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടു, മാ മിൻ അബദിൻ യുസല്ലി അലയ്യ ഇല്ല സ്വല്ലത്തു അലൈഹിമൽ മലായികത്തു മാ സ്വല്ല അലൈഹ. അതായത് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം അയാൾക്ക് വേണ്ടിയും സ്വലാത്തുകൾ ചൊല്ലിക്കൊണ്ട്, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അള്ളാഹു നമുക്ക് വേണ്ടി സ്വലാത്ത് ഇല്ല എന്നാൽ എന്താ, അള്ളാഹു നമുക്ക് ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും അല്ലെ. മലക്കുകൾ അയാൾക്ക് വേണ്ടി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹു നമുക്ക് വേണ്ടിയിട്ട്, അള്ളാഹു സല്ലൂന നബി മലായിക്കത്തു എന്നാ പറയുന്നത്. അള്ളാഹു നമുക്ക് വേണ്ടി, അത് നമ്മൾ ഒരു സ്വലാത്ത് നബിന്റെ പേര് അള്ളാഹു സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് അറ്റ്ലീസ്റ്റ് അതും ചെല്ലാം അല്ലെ. കുറേ സ്വലാത്തുകൾ ഉണ്ട്, അതിൽ അതും ചെല്ലാം. അങ്ങനെ ചെല്ലുകയാണെങ്കിൽ പോലും നമ്മൾ ഒന്ന് ചെല്ലിയാൽ എന്താക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് 10 വർദ്ധിപ്പിക്കും അല്ലെ. അപ്പൊ ഒരു 10 സ്വലാത്ത് ചെല്ലിയാൽ 100 സ്വലാത്ത് ചെല്ലിയാൽ 1000. അതായത് ചില ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നത്തിൽ കാണണമെന്നും പറഞ്ഞ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുന്നത് കാണാം. അള്ളാഹു ആയാലും അത് സ്വഹീഹാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നിരുന്നാലും നബിന്റെ പേരിൽ സ്വലാത്ത് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഞാൻ വേറെ തന്നെ ഇത് എൻ്റെ ഒരു ബുക്കിലുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ചിലത് മാത്രം ഇവിടെ വായിക്കാം. ഒരാൾ രാവിലെയും വൈകുന്നേരം 10 സലാത്ത് വീതം ചെല്ലിയാൽ അവർക്ക് ഖിയാമത്ത് നാളിൽ ഷഫാത്ത് ലഭിക്കും. അത് നിർബന്ധമായിട്ട് എല്ലാവരും ചെല്ലാൻ ശ്രമിക്കട്ടെ. അതൊരിക്കലും നിങ്ങൾ കൈവിട്ട് പോകരുത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരിക്കൽ ഒരാളുടെ അടുത്ത് വെച്ച് എൻ്റെ പേര് ചൊല്ലിയിട്ടും അവർ സലാത്ത് ചെല്ലാതിരുന്നാൽ അവന്റെ അനുഗ്രഹത്തിനും രക്ഷയും നേടിയെടുക്കുന്നതിലും പിശുക്കനാണ്. അവന്റെ അനുഗ്രഹവും പാപമോചനവും ഒന്നും വേണ്ടാന്നർത്ഥം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ കബറിടം നിങ്ങൾ ഉത്സവമാക്കരുത്, എന്റെ മേൽ സ്വലാത്ത് ചെല്ലുക. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് എനിക്ക് എത്താം. അതായത് ചില വിശ്വാസികൾ കാണാൻ നബിക്ക് സ്വലാത്ത് ചെല്ലിയിട്ട് അലട്ടൊക്കെ കൊടുത്തയക്കുന്നത്, 1000 ചെല്ലി 2000 ചെല്ലി എല്ലാരും കൂടി 70,000 ആക്കി നിൽക്കും അല്ലെ. അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഹദീസ് തെളിയിക്കുന്ന എന്താ, അതായത് നമ്മൾ എവിടെ നിന്ന് നബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയാലും നബിക്ക് അവിടെ എത്തിക്കുന്നതാണ്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ. മറ്റൊന്ന്, അള്ളാഹുവിന് വേണ്ടി ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട്. എന്റെ സമുദായത്തിൽ നിന്നുള്ള സലാത്ത് അവർ എനിക്ക് എത്തിച്ചേരുന്ന നസായി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എന്റെ മേൽ സ്വലാത്ത് ചെല്ലിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, എന്റെ മേൽ ഒരാൾ സ്വലാത്ത് ചെല്ലിയാൽ അള്ളാഹു എന്റെ റൂഹിനെ ഇട്ട് തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നവരൊക്കെ ഏത് ഹദീസ് പറയുമ്പോൾ 1000 പ്രാവശ്യം നബിനെ പറയില്ല അല്ലെ. അങ്ങനെ ക്ലാസ് എടുക്കുന്നവര് വേറെ, ബാങ്ക് കൊടുക്കുന്നവര് വേറെ, നബിന്റെ സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ ചൊല്ലി ഇരുന്നാല് നബിക്ക് റൂഹ് ഒരു കാലം, നബിന്റെ റൂഹ് നബിന്റെ ശരീരം വിട്ടു പോകൂല അല്ലെ. ഈ ഓരോരുത്തരുടെ പേരിലും നബിന്റെ ശരീരത്തിലേക്ക് റൂഹ് സന്നിവേശിപ്പിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ. പിന്നെ 11ാമത് പറയുന്നത്, സഫുകൾ കൃത്യമായി പൂർത്തീകരിക്കുന്നവൻ. അൽ-ആയിഷത്തു ഖാലത്ത് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ വൽ മലായികത്തു യുസല്ലൂന അലല്ലദീന യസിലൂന സുഫൂഫ വമൻ സദ്ദ ഫുർജഹു റഫഅല്ലാഹു ബിഹാ ദറജത്തൻ. അതായത് സഫുകൾ പൂർത്തീകരിക്കുന്നതിന് അള്ളാഹും മലക്കുകളും സലാത്ത് ചൊല്ലുന്നതാണ്. ആരെങ്കിലും നമസ്കാരത്തിൽ സഫുകൾക്കിടയിൽ വിടവ് നികത്തിയാൽ അവന് പദവികൾ ഉയർത്തുന്നു. അപ്പൊ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. സഫ് നികത്തുന്നതോട് കൂടി അള്ളാഹു അവന്റെ പദവികൾ ഉയർത്തി കൊടുക്കുന്നു. പിന്നെ മലക്കുകൾ സലാത്ത് ചെല്ലുന്നതാണെന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ വേറെ ഒരു ഗുണം എന്താന്ന് വെച്ചാല്, പിന്നെ നിങ്ങൾ സഫുകൾ പൂർത്തീകരിക്കുക. ഒരാൾ തന്റെ സഹോദരന്റെ തോളോളം കണങ്കാൽ സഹോദരന്റെ കണങ്കാലിനോളം ഒട്ടിച്ചേർത്ത് വെക്കല് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. മറ്റൊരു മഹാ അത്ഭുതമായ ഒരു വിശേഷം എന്താ വെച്ചാൽ, സഫിലെ വിടവ് നികത്താൻ വേണ്ടി ആരെങ്കിലും പരിശ്രമിച്ചാൽ സ്വർഗത്തിൽ ഒരു വീട് നൽകാമെന്ന് അള്ളാഹു പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും നേടാവുന്ന ഒരു കാര്യമാണ് അല്ലെ. അഖീമൂ സുഫൂഫക്കും ഫഇന്ന അസാക്കും മിൻ വറാഇ വഹരി വകാന അഹദു യുൽസിക്കും മൻ കിബതഹു ബിമദ്കിബിൻ. അതായത് സഫിനെ
പിന്നെ വിടവ് നികത്താനും എന്നുവെച്ചാൽ ചിലപ്പം ഈ തറാവി നമസ്കാരമൊക്കെ നടക്കുമ്പോൾ ചിലർ 8 പോവും, ചിലർ 6 പോവും, ചിലർ ഇങ്ങനെ ആൾക്കാർ ഒഴിഞ്ഞു പോകും. അപ്പോഴൊക്കെ എന്താക്കുമെന്ന് വെച്ചാൽ ചിലരുണ്ടാവും എന്തെങ്കിലും ഒരു മുസല്ല വിരിച്ചിട്ടുണ്ട്, ആ മുസല്ലന്റെ പേരും പറഞ്ഞ് അവിടുന്ന് അനങ്ങൂല അല്ലെ. ചിലപ്പോ നമ്മൾ കയറിപ്പോയാൽ നമ്മളെ 6ാമത്തെ സഫിന്നൊക്കെ 2ലും 3ലും വരെ എത്തിപ്പോവും. കാരണം അവിടെ ഒന്നും നിന്ന ആളുകൾ സഫ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസും ചെയ്യൂല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹറമിൽ നിസ്കരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ ഉപകാരപ്രദമാകും. നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങനെ സഫാക്കുന്നില്ലാലോ. പള്ളിയിലോ ഹറമിലൊക്കെ നിസ്കരിക്കുമ്പോ നമ്മുടെ മുസല്ലന്റെ കാര്യവും വിചാരിച്ചിട്ട് ആരും എണീറ്റ് പോകാതിരിക്കരുത്. ഹറമിലാണ് മുസല്ല ഇട്ടച്ച് പോകാനും പറ്റൂല, കാരണം അത് പിന്നെ കിട്ടൂലല്ലോ. അപ്പൊ മുസല്ലയോട് കൂടെ എണീറ്റ് പോയിട്ട് സഫ് മാറി നിൽക്കുക. സ്വർഗത്തിൽ ഒരു വീടും ഉണ്ട്, പാപമോചനം, ദറജ കൂടല്, പല പല അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് സഫിന്റെ വിഷയം അല്ലെ. പിന്നെ 1ാമത്തെ സഫുകാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 1ാമത്തെ സഫുകാരുടെ മേൽ അള്ളാഹും മലക്കുകളും സലാത്ത് ചെല്ലുന്നതാണ്. അൽബാനി സ്വഹീഹാക്കിയ ഹദീസാണ് അതിലെ. ഇന്നല്ലാഹ വൽ മലായികത്തു യുസല്ലൂന അല സഫിൽ അവ്വലി. അപ്പം നമ്മുടെ പള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഒരു ഭയങ്കര പ്രശ്നം, ഒരുപാട് പെണ്ണുങ്ങൾ സ്ഥിരമായിട്ട് മുമ്പിലെ സീറ്റ് പിടിക്കും, അവര് നമുക്കൊന്നും സീറ്റ് തരുന്നില്ല എന്ന് പരാതി. അങ്ങനെ പ്രശ്നമായപ്പോ അപ്പം മറ്റുള്ള സ്ത്രീകള് ചിലരൊക്കെ പറഞ്ഞു, അത് നമ്മൾ നേരത്തെ വന്നിട്ടല്ലേ, നമുക്ക് കിട്ടിയിട്ടല്ലേ നമ്മൾ. അപ്പൊ അവര് പറഞ്ഞു നമുക്ക് വരാൻ പറ്റൂല, നമുക്ക് ചോറുണ്ടാക്കണം. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കാണോ ഇഷ്ടം നിങ്ങൾ വന്ന് നിന്നോളും, നമ്മള് ബാക്കിൽ ഇങ്ങോട്ടാ, നോ പ്രോബ്ലം. എത്തുമ്പോ പലപ്പോഴും വലതുവശത്ത് മുമ്പിലാണ് എപ്പോഴും സീറ്റ് കിട്ടുക. അൽഹംദുലില്ലാ 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 ബറക്കല്ലാഹ്. ഇനി എന്നും അങ്ങനെ തന്നെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ പൂതിയുള്ളവർക്ക് നേരത്തെ വരാൻ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, വിരോധമില്ല, നിങ്ങൾ വന്നോളൂ, മുമ്പിൽ നിങ്ങളെ പൂതി വേണമല്ലോ, എല്ലാരും പൂതി കിട്ടണം. നമ്മളെ പൂതി നാട്ടിലുള്ളവരെ ഭൂമിയിലുള്ളവരെ നമ്മൾ തീർത്തു കൊടുത്താൽ നമ്മളെ ആഗ്രഹത്തിലേക്ക് നമ്മളെ പൂതി അള്ളാഹു മാറ്റി വെക്കൂലേ. അപ്പൊ അത് കിട്ടിയല്ലോ എന്ന് വെച്ചാൽ ഞാൻ ആയിക്കോട്ടെ നിങ്ങൾ, പക്ഷെ ആരും വന്ന് കണ്ടില്ല, പക്ഷെ അവരൊരു ആഗ്രഹം അറിയിച്ചതായിരിക്കും. അപ്പൊ എപ്പോഴും നേരത്തെ വന്നിട്ട് വെള്ളിയാഴ്ച ദിവസം പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് വരാൻ ശ്രമിക്കുക. അന്നുള്ള വാഷിങ്ങും ക്ലീനിങ്ങും തുടക്കലും ഒന്നും തലയിലെടുത്ത് മറിച്ച് വെക്കാണ്ടിരിക്കുക. കാരണം അന്ന് ഏറ്റവും പ്രധാനം ജുമാ തന്നെയാണ്. വെള്ളിയാഴ്ച ജുമാനേക്കാളും വലിയൊരു കാര്യം സംഭവിക്കാനില്ല. പിന്നെ നമസ്കാരത്തിന്റെ സഫുകളിൽ വലതു ഭാഗത്തുള്ളവർ അല്ലെ, നിശ്ചയം അള്ളാഹു സഫുകളിൽ വലതു ഭാഗത്തുള്ളവർക്ക് അനുഗ്രഹം ചൊരിയുന്നു, മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലെ. അപ്പൊ ഇത് ഓരോന്നും അല്ലെ. സുബ്ഹാനഹു വ തആല സഫ് നികത്തിയവന് സ്വർഗത്തിൽ വീടുണ്ട്, പദവികളുണ്ട്. പിന്നെ 1ാമത്തെ സഫുകാർക്ക് വേണ്ടി അള്ളാഹു മലക്കുകൾ സലാത്ത് ചെല്ലുന്നു. 3ാമത്തത് നമസ്കാരത്തിൽ സഫുകൾ വലതുഭാഗത്തുള്ളവർക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയുന്നു, മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലെ. അപ്പം വലത്തുള്ളവർക്ക് അനുഗ്രഹവും പ്രാർത്ഥനയും 1ാമത്തെ സഫില്, വലതുഭാഗത്തുള്ളവർക്കൊക്കെ ഒരുപാട്. 1ാമത്തെ സഫാർക്ക് പിന്നെ മാറി നിൽക്കേണ്ടതില്ലാലോ അല്ലെ. അങ്ങനെ ഒരുപാട് പ്രതിഫലം. അതുപോലെ ചിലരൊക്കെ മയ്യത്ത് നിസ്കരിക്കാൻ പോയി അവർക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയാം. ഫുള്ള് TV ന്യൂസും ചാനലും, ആരൊക്കെ മരിച്ച്, ഏതെല്ലാം മോനും ഉമ്മനെ കുത്തിക്കൊന്ന്, ഏതെല്ലാം പെണ്ണ് കാമുകന്റെ ഒപ്പം ഒളിച്ചോടിപ്പോ, എല്ലാ കഥയും അവർക്ക് അറിയാം. പക്ഷെ മയ്യത്ത് നിസ്കരിക്കാൻ നിന്നാ ഒന്നും അറിയില്ല. അപ്പൊ അവരോട് ഞാൻ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഒരു സഫ് 3ഓ 4ഓ ആക്കി സഫ് അധികരിക്കുമ്പോൾ സ്വർഗത്തിൽ മയ്യത്തിന്റെ പാപമോചനത്തിന് സ്വർഗം ലഭിക്കാനൊക്കെ ഒരു കാരണമാണെന്നൊന്നും പറഞ്ഞാൽ അവര് നിൽക്കൂല. ഒരു 2 തന്നെ നീട്ടി നിൽക്കുക. ഏകദേശം ഒരു 3ഓ 4ഓ സഫായി കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ എന്തെല്ലോ ഫവായിലുകൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ സഫ് നേരെ നിർത്താനും നേരമില്ലെങ്കിൽ അള്ളാഹു നോക്കൂല. 1. 2ാമത്തത് നിസ്കരിക്കുന്ന പിന്നെ എന്താ പറയാ, സഫ് തന്നെ കുറച്ചാളാണെങ്കിൽ പോലും 4 സഫായിട്ടോ 3 സഫായിട്ടോ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമസ്കാരത്തെ കാത്തു നിൽക്കുന്നവൻ അല്ലെ. ഒരു ദാസൻ തന്റെ മുസല്ലയിൽ നമസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമത്രയും അവൻ നമസ്കാരത്തിലായിരിക്കും. മലക്കുകൾ അവനോട് പ്രാർത്ഥിക്കും, അവന് വേണ്ടി പ്രാർത്ഥിക്കും. അള്ളാഹുവെ, ഇദ്ദേഹം പിരിഞ്ഞു പോകുകയോ അല്ലെങ്കിൽ അയാൾക്ക് വുളു നഷ്ടമാവുകയോ ചെയ്യുന്നത് വരെ ഇദ്ദേഹത്തോട് കരുണ കാണിക്കണമേ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്ന് എങ്ങനെയാ നഷ്ടപ്പെടുക എന്ന് വെച്ചാല് കീഴ്വായി പോവുകയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് ഒന്ന് നഷ്ടപ്പെടുക. അപ്പൊ ഈ നമസ്കാരത്തെ കാത്തിരിക്കുന്നു. അപ്പൊ ഞാനൊക്കെ ആദ്യം മനസ്സിലാക്കിയ നമ്മള് മഗ്‌രിബിന് വേണ്ടി കാത്തിരിക്കുകയാണ്, അസറിന് ശേഷം മഗ്‌രിബ് വരെയുള്ള കൂലിയെ കിട്ടുള്ളൂ. അതേസമയം മഗ്‌രിബിന് ശേഷം വീണ്ടും ഇരിക്കുകയാണെങ്കിൽ, ആ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ 16ാമത്തെ പിന്നെ ഇതിന്റെ ഫളായിലായിട്ട് പറയുന്ന തഖൂലു അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു. അതായത് അവൻ എത്ര സമയം ഒതു നഷ്ടമാകാതെ
നമസ്കാര ശേഷവും ഇരിക്കുകയാണെങ്കിൽ മലക്കുകൾ പറയും അത്രേ. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അൽ മലായികത്തു തുസല്ലൂന അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സ്വല്ല ഫീഹി ലാ യുഹ്ദിസ്. അതായത് ഒന്നു മുറിയുന്നത് വരെ അവർക്ക് വേണ്ടിയിട്ട് അശുദ്ധിയാവുകയോ ഒന്നു മുറിയുകയോ ചെയ്യുന്നത് വരെ അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. എന്താ പ്രാർത്ഥിക്കുക? അല്ലാഹു അർഹംഹു എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും അല്ലെ. അപ്പൊ എന്താണ് പിന്നെ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരുന്നാലോ, നമസ്കാരം കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേൽക്കാണ്ടിരുന്നാലും, ഞാനൊക്കെ പണ്ട് കുട്ടികളൊക്കെ ചെറുതാകുന്ന കാലത്ത് പിന്നെ നിസ്കരിക്കാൻ ഒന്നോടുകൂടി വന്നിരുന്ന് അവരോട് ബുക്കൊക്കെ എടുത്ത് അവരും കൂടെ ഇരിക്കാൻ പറയും. അപ്പൊ അവിടുന്ന് ഇരുന്ന് തന്നെ നിസ്കരിക്കും. എന്നിട്ട് പിന്നെ അവിടെ തന്നെ ആയിരിക്കല്ലോ, കുട്ടികൾ പഠിക്കുന്നവരെ അതൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി മെന്ററായിട്ട് അങ്ങനെ അവിടെ ഇരിക്കുമ്പോ അവര് ഇരിക്കുന്ന സമയം അത്രയും നമുക്ക് പ്രതിഫലവുമായിരിക്കും, ഒരുപാട് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ ആരാണോ പാപം ഉണ്ടാവുകയും അവൻ അള്ളാഹുവിനോട് യാതൊരു ക്ഷീണവും കൂടാതെ മായ്ച്ചു കളയണമെന്ന് ഉദ്ദേശിക്കുകയും ചെയ്യുന്ന അവന് വേണ്ടി മലക്കുകളുടെ ദുആവും പാപമോചനവും തേടലും ലഭിക്കാൻ വേണ്ടി നമസ്കാര സ്ഥലത്ത് തന്നെ കഴിഞ്ഞു കൂടുവാൻ മുതലാക്കിക്കൊള്ളട്ടെ. അതായത് നമുക്ക് പാപമോചനം ലഭിക്കണം, വേറെ എന്തെങ്കിലും കാര്യം വേണം എന്നൊക്കെ വിചാരിച്ചിട്ടിപ്പോ ഉദാഹരണമായിട്ട് പറയുകയാണ്, ഇപ്പൊ പല സ്ത്രീകൾക്കും കാലും മടങ്ങാത്തവരും ഇരിക്കാൻ പറ്റാത്തവരൊക്കെ ആണല്ലോ അല്ലെ, സോറി, നിസ്കരിക്കാൻ സുജൂദ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്കൊക്കെ ഈ വലിയ സോഫ പോലെയുള്ള നീളമുള്ള ഒരു ബെഞ്ചോ അങ്ങനെ എന്തെങ്കിലും സ്ഥലത്തിട്ട് നിസ്കരിക്കുക, അവിടെ തന്നെ കിടക്കുക, അവിടെ തന്നെ ദിക്റെടുക്കുക, അവിടെ തന്നെ ഓതുക, അവിടെ തന്നെ കിടക്കുക, അവിടെ തന്നെ അങ്ങനെ അല്ലെ. ഞാൻ പറയാം, നിങ്ങളൊക്കെ ഓരോ സോഫ അല്ലെങ്കിൽ ഒരു ബെഞ്ചോ ഉണ്ടാക്കിയിട്ടോളൂ, നിങ്ങൾക്ക് ഇങ്ങനെ പ്രതിഫലം മുറിയാണ്ട് കിട്ടും അല്ലെ. അങ്ങനെ വുദൂവിൽ തന്നെ ആയിരിക്കില്ല അവര്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രതിഫലം നമുക്ക് വാങ്ങാം. പിന്നെ 11-ാമത്തതായിട്ട് പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവൻ, ആരെങ്കിലും അള്ളാഹുവിനോടുള്ള നിർബന്ധ ബാധ്യത നമസ്കാരം നിർവഹിക്കുന്നവനായി തന്റെ വീട്ടിൽ നിന്ന് വുളു ചെയ്ത് ശുദ്ധി വരുത്തുകയും അള്ളാഹുവിന്റെ ഭവനത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് പുറപ്പെടുന്ന പക്ഷം കാലടികൾക്കനുസരിച്ച് ഓരോ പദവികൾ ഉയർത്തുകയും പിന്നെ പാപങ്ങൾ പൊറുക്കുകയും പദവികൾ ഉയർത്തപ്പെടുകയും ചെയ്യാതിരിക്കുകയില്ല. അപ്പം അതും എന്താണ്, ഒരു ഭയങ്കര നേട്ടമാണ് അല്ലെ. പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ മലക്കുകൾ പ്രാർത്ഥിക്കുകയും, പിന്നെ വെള്ളിയാഴ്ച ദിവസം ജുമാക്കായിട്ട് നമ്മള് പിന്നെ പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാല് പള്ളിക്ക് എത്ര വാതിലുള്ള വാതിലിന്റെ അവിടെ ഓരോ മലായിക്കത്തുകള് പിന്നെ എന്തായിട്ടിരിക്കും, അവർ രജിസ്റ്റർ ആയിട്ട് വന്നിരിക്കും. എന്നിട്ട് അതിലേക്ക് കയറുന്ന അപ്പുറത്തും കൂടെ കാലയിൽ കയറുന്ന, ഇപ്പോൾ ടോയ്ലറ്റിൽ പോയി കിടന്ന എല്ലാ വാതുക്കലും ഇവരെ രേഖ ഉണ്ടാവും അല്ലെ. ബാങ്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് പിന്നെ 10 ആള് വന്നാലും 25 ആള് വന്നാലും നോ അഡ്മിഷൻ ഇൻ ദ രജിസ്ട്രേഷൻ അല്ലെ. രജിസ്റ്ററിൽ പിന്നെ ഒരു പേര് എഴുതൂല, അതുവരെ എഴുതും. അപ്പം അതും ഒരു ഫവായിലാണ് അല്ലെ. പള്ളിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ കാലടികൾ വെക്കുന്നതിനനുസരിച്ചിട്ട് പാപമോചനം ഉണ്ടാവും, പദവികൾ ഉയർത്തപ്പെടും. പിന്നെ സ്വർഗത്തിലൊരു പിന്നെ അത് ഇഹ്റാം കെട്ടിയ ഹാജിയെ പോലെയാണെന്നാ പറയുന്നത് പള്ളിയിലേക്ക് പോകുന്നവന്. വേറെ മറ്റൊരു ഹദീസിൽ പറയുന്നു, അള്ളാഹു അവന് വേണ്ടി വിരുന്നൊരുക്കും. അള്ളാഹിന്റെ ഫീസ്റ്റ് എന്ന് പറയുന്നത് എന്തൊരു ഫീസ്റ്റ് ആയിരിക്കും റബ്ബേ അല്ലെ. നമുക്ക് ഇവിടെ ഇപ്പൊ ആരെന്ത് ഭക്ഷണം ഉണ്ടാക്കിയാലും പുഡിങ് കഴിക്കാൻ പറ്റൂല, ഷുഗർ, ബിരിയാണി കഴിക്കാൻ പറ്റൂല, അതിൽ ഓയില്, അരി ഭക്ഷണം കഴിക്കാൻ പറ്റൂല, ഷുഗർ വരും. പിന്നെ എന്താ നമ്മളൊന്ന് മനസ്സമാധാനത്ത് കഴിക്കുക അല്ലെ. വെൽക്കം ഡ്രിങ്ക് കുടിച്ചുകൂടാ, അതിൽ ഷുഗർ അല്ലെ. അപ്പൊ ഈ അള്ളാഹുന്റെ സ്വർഗത്തിലെ ഭക്ഷണം നമുക്ക് എല്ലാം ഇഷ്ടം പോലെ കഴിക്കാവുന്നതാണ്. അൽഹംദുലില്ലാഹ്, അതിനുള്ള സൗഭാഗ്യം ലഭിക്കട്ടെ. പിന്നെ 18-ാമത്തെ വുളുവോട് കൂടി ഉറങ്ങുന്നവൻ അല്ലെ. അതായത് ഒരാൾ വിരിപ്പിലേക്ക് പോയി ഉറങ്ങാൻ ഉദ്ദേശിച്ച വുളു ചെയ്യുന്ന പോലെ ചെയ്ത് വുളു എടുത്ത് കിടന്നാൽ മലക്കിന്റെ പ്രാർത്ഥന ലഭിക്കുന്നു. മാത്രവുമല്ല രാത്രി കഴിഞ്ഞു കൂട്ടിയാൽ അവന്റെ അടിവസ്ത്രത്തിൽ ഒരു മലക്കുണ്ടായിരിക്കും. അവൻ ശുദ്ധമായിട്ടാണ് ഉറങ്ങിയത്, മലക്കുകളെ പ്രൊട്ടക്ഷനും ഉണ്ടാവും അല്ലെ. പിന്നെ 19 ഭക്ഷണം കഴിക്കുന്നവരുടെ അടുത്തിരിക്കുന്ന നോമ്പുകാരൻ, അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ ചില സ്ഥലത്തൊക്കെ കല്യാണത്തിന് പോകുമ്പോ അത്ര അടുത്ത് കാറിലൊക്കെ പെട്ടെന്ന് പോയി വരുന്ന കല്യാണമൊക്കെ ആണ്, ഞാനും തുടങ്ങി നോമ്പ് വെച്ചിട്ട് പോകും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കേൾക്കണേ. ആഹാരം കൊണ്ടു ചെന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് നീ ഭക്ഷിക്കും. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ നോമ്പുകാരി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരന്റെ അടുത്ത് വെച്ച് ഭക്ഷണം കഴിച്ചാൽ അവർ വിരമിക്കുന്നത് വരെ മലക്കുകൾ നോമ്പുകാരന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ അവിടുന്ന് പറയാറുണ്ട്, അവർക്ക് വയറ് നിറയുന്നവരെ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാനും നോമ്പ് നോറ്റിട്ട് പോകും. അതായത് കുറെ ദിവസം അടുപ്പിച്ച് കല്യാണവും ബിരിയാണി ലാഷ് ബോഷ് ഫുഡൊക്കെ ആകുമ്പോൾ വെച്ച് എന്തിനാ വെറുതെ ഇങ്ങനെ ബോഡി കേടാക്കി വെച്ച് നോമ്പെടുത്ത് പോകും. അങ്ങനെ ദീർഘദൂരമല്ലാത്ത സ്ഥലത്തെ പോയിട്ട് പിന്നെ കല്യാണ വീട്ടില് പിന്നെ
പോയി ഹാളിൽ പോയിട്ട് പ്ലേറ്റ് എടുത്ത് കൈ പിടിച്ചു. പ്ലേറ്റ് കൈ പിടിച്ച് അങ്ങോട്ടാണെന്ന് എല്ലാ കണ്ടവരോടും സംസാരിക്കും. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങോട്ട് സംസാരിക്കാൻ പറ്റില്ല. എല്ലാരോടും സംസാരിച്ച് കുറെ നേരം നിന്ന് പ്ലേറ്റ് അവിടെ കൊണ്ടുവച്ച് ഇങ്ങോട്ട് പോരും. അപ്പോഴെന്തായി കാണുന്നവരും വീട്ടുകാരും വിചാരിക്കും നമ്മള് ഭക്ഷണം കഴിച്ച സുന്നത്ത് നോമ്പല്ലേ, പബ്ലിഷ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ വിചാരിക്കും ഈ കണ്ടു കാണപ്പെട്ട ചിലപ്പോ ഒരു ഹാളിൽ 500 700 പല എണ്ണത്തിന് ആൾക്കാരുണ്ടാവൂലേ, അവരിൽ നിന്നൊക്കെ മലക്കുകള് പ്രാർത്ഥന കിട്ടും അല്ലെ. അങ്ങനെ എല്ലാ ദിവസവും കല്യാണപ്പോയ ബിരിയാണി പിന്നെ നെയ്ച്ചോറൊന്നും തിന്നണമെന്നില്ലാലോ. അപ്പൊ അതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളും കൊയ്തെടുക്കാം. അങ്ങനെ പല ടെക്നിക്സും ഉണ്ട് അല്ലെ. പിന്നെ നോമ്പുകാരനെ ഭക്ഷിപ്പിച്ച ആതിഥേയ അല്ലെ സാഹിദബിനും ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം സയ്യിദ് റൊട്ടിയും ഒലിവെണ്ണയും കൊണ്ടുവന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചു. ശേഷം നബി പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് നോമ്പുകാരനാണ് നോമ്പ് തുറന്നത്, പുണ്യം ചെയ്യുന്നവനാണ് നിങ്ങളുടെ ഭക്ഷണം ഭക്ഷിച്ചത്, മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാലും പിന്നെ നമുക്ക് എന്തുണ്ട്, മലക്കുകളുടെ പ്രാർത്ഥന. സ്വഹീഹ് അൽബാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 21 നോമ്പിന് അത്താഴം കഴിക്കുന്നവൻ അല്ലെ, തീർച്ചയായും അള്ളാഹും അവനും മലക്കുകളും അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇൽമിന്റെ സദസ്സിലുള്ള സ്പോട്ടിൽ വെച്ച് തന്നെ മലക്കുകൾ അള്ളാഹുവിന്റെ അടുത്ത് എത്തിക്കും അല്ലെ. നമ്മൾ ഇൽമിന്റെ സദസ്സിലാണെങ്കിൽ, നമ്മൾ എവിടെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ അപ്പം തന്നെ, ഇപ്പം നമ്മുടെ ദുആ അള്ളാഹുവിന്റെ അടുത്ത് മലക്കുകൾ ഇങ്ങനെ എത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ. അങ്ങനെ 10-22 ഫവായിലുകൾ ഈ വിഷയത്തില് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. സ്റ്റോപ്പ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.